ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന പള്ളി AD 600 സ്ഥാപിതമായ ചാലക്കുടി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ നവീകരിച്ച ദേവാലയത്തിൻ്റെ മുന്നിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ പള്ളിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ആ പള്ളിയെക്കുറിച്ചും ഒക്കെ നമുക്കൊന്ന് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ചാലക്കുടിയിലെ ആദ്യത്തെ ദേവാലയം AD 600 സ്ഥാപിതമായത്. AD 600 സ്ഥാപിതമായ പള്ളി ഏകദേശം 7 നൂറ്റാണ്ടോളം നിലനിന്നിരുന്നു കേട്ടോ. ആദ്യത്തെ ദേവാലയം. ആ ദേവാലയം ഇവിടെ ഉണ്ടാകുന്നതിന് മുന്നേ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അമ്പഴക്കാട്ട് പള്ളിയിലാണ് തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിർവഹിച്ചിരുന്നത്. പുരാതന ദേവാലയം AD 1300 ആദ്യത്തെ ദേവാലയം പാലസ് റോഡിൽ നിന്നും ഇപ്പോൾ കാണുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. ഈ സ്ഥലം കരം ഒഴിവാക്കി നൽകി കോടശ്ശേരി കർത്താക്കളാണ് കേട്ടോ. വളരെ മനോഹരമാണ് കേട്ടോ. ഈ പള്ളിയുടെ അകവും പുറവും എല്ലാം വളരെ മനോഹരമായിട്ടാണ് കേട്ടോ പണിതേക്കുന്നത്. ഇപ്പോഴേ ഇവിടുത്തെ പ്രധാന തിരുനാളാണ് മാതാവിൻ്റെ തിരുനാളും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളും കേട്ടോ. ഈ പള്ളിയുടെ പുരാതന ദേവാലയങ്ങളുടെ ആ ഒരു ചരിത്രവും കൂടി നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. AD 1300 ആദ്യത്തെ ദേവാലയം പാലസ് റോഡിൽ നിന്നും ഇപ്പോൾ കാണുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. ഈ സ്ഥലത്തിൻ്റെ കരം ഒഴിവാക്കി നൽകിയത് കൊടശ്ശേരി കർത്താക്കളാണ് കേട്ടോ. ആ പള്ളി ഇപ്പോൾ കാണുന്ന ഈ പള്ളി നിലനിൽക്കുന്ന ഈ പള്ളിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഗ്രോട്ടോ നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് ആ പള്ളി ഉണ്ടായിരുന്നത്. AD 1650 ഈ ദേവാലയം പൊളിച്ചു നീക്കിയത്. അത് പൊളിച്ചു നീക്കിയെങ്കിലും പഴയ പള്ളിയുടെ മദ്ബായും മുഖവാരിയും എല്ലാം അതേപടി തന്നെ നിലനിർത്തിയിരുന്നു. പള്ളി പൊളിച്ചു നീക്കിയിട്ട് 300 വർഷങ്ങൾ പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ അതേപടി തന്നെ നിലനിർത്തിയിരുന്നു. ബഹുമാനപ്പെട്ട ഇരുമ്പൻ ആൻ്റണി അച്ഛൻ്റെ കാലത്തായിരുന്നു മുഖവാരിയും മദ്ബയും എല്ലാം പൊളിച്ചു നീക്കിയത്. പുതിയ ദേവാലയം 1650 കേട്ടോ പണിയുന്നത്. ചാലക്കുടി നഗരത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും കാണാൻ സാധിക്കുന്ന ഒന്നാണ് ചാലക്കുടി പള്ളിയുടെ മണിമാളിക. മൂന്നാമത്തെ പള്ളിയുടെ ആകർഷകമായിരുന്ന വലിയ മദ്ബഹയും മണിമാളികയും ഒക്കെ പണിതത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലായിരുന്നു. 1889 ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന ഇപ്പോഴത്തെ പള്ളിമണി ആദ്യം ഉറപ്പിച്ചിരുന്നത് പള്ളിയുടെ തെക്ക് ഭാഗത്തുണ്ടായിരുന്ന മണിമാളികയിലായിരുന്നു. ഈ മണിമാളിക പൊളിച്ചു നീക്കി 1910 പുതിയ മണിമാളിക നിർമ്മിക്കാൻ ആരംഭിച്ചു. 1914 മണിമാളികയുടെ നിർമ്മാണം തീർന്നത്. തിരുസഭയുടെ 7 കൂദാശകളെ അനുസ്മരിക്കുന്ന 7 നിലകളിലായിട്ടാണ് ഈ മണിമാളികയുടെ ഈ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ചാലക്കുടി പള്ളിയുടെ മനോഹരമായ മദ്ബഹ ചാലക്കുടി പള്ളിയിലെ അത്യാകർഷകമായിട്ടുള്ള ഒന്നാണ്. മൂന്നാമത്തെ പള്ളിയുടെ വലിയ മദ്ബഹ 1922 നിർമ്മാണം ആരംഭിച്ചത്. 1924 പണി പൂർത്തീകരിച്ചു. ബഹുമാനപ്പെട്ട ഇരുമ്പൻ ഔസേപ്പച്ചൻ അച്ഛൻ്റെ കാലത്താണ് പണി പൂർത്തീകരിച്ചത്. ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിരുന്ന മഹാമഹിമ അലക്സിസ് മരിയ ലെവൻസിയെ 1924 നവംബർ 30 മദ്ബഹ കാണുവാനായിട്ട് ഇവിടെ എത്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കലാവൈദഗ്ധ്യത്തിൻ്റെ ഒരു മികവ് വിളിച്ചോതുന്ന ഒന്ന് തന്നെയാണ്. ഈ ദേവാലയത്തിന് വലിയൊരു പദവി ലഭിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാവോ? ലോകത്തിലെ അപൂർവം ദേവാലയങ്ങളിലെ ബലിപീഠങ്ങൾക്ക് മാർപ്പാപ്പ നൽകിയിരിക്കുന്ന സ്വയംവര ബലിപീഠ പദവി എന്ന ഈ വലിയ പദവി ഇവിടുത്തെ മദ്ബഹയിലെ ബലിപീഠത്തിന് മാർപ്പാപ്പ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ മദ്ബഹ അതേപടി മണിമാളികയിലേക്ക് സമീപമുള്ള നിത്യാരാധന കേന്ദ്രത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചേക്കുവാണ് കേട്ടോ. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിത്യാരാധന കേന്ദ്രം ചാലക്കുടിയിലാണുള്ളത്. 1937 മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവാണ് ഈ ദേവാലയത്തിന് ഫൊറോന പദവി നൽകുന്നത്.
ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് അതിർത്തിയിലുള്ള ആദ്യത്തെ ഫൊറോന പള്ളിയാണ് ചാലക്കുടി പള്ളി. ഇനി നമുക്ക് ഇവിടുത്തെ 4ാമത്തെ ദേവാലയത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. 3ാമത്തെ ദേവാലയത്തിൻ്റെ മദ്ബഹ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് 4ാമത്തെ ദേവാലയം പണിയുന്നത്. ബഹുമാനപ്പെട്ട കാവുങ്കൽ ജോസ് അച്ഛനാണ് അതിന് നേതൃത്വം വഹിച്ചത്. പുണ്യസ്മരണാർഹനായ ഇരിങ്ങാലക്കുട രൂപത പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിൽ തിരുമേനി 1985 സെപ്റ്റംബർ 8 തറക്കല്ലിടുകയും 1987 പൗരസ്ത്യ തിരുസംഘം തലവൻ കർദിനാൾ ലൂർദ് സാമെ ആശീർവദിക്കുകയും ചെയ്തു. ആ മരിയൻ വർഷത്തിൽ തന്നെ ചാലക്കുടി പള്ളി മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ചാലക്കുടി പള്ളി. ബഹുമാനപ്പെട്ട അന്തോണി പാറോക്കാരൻ അച്ഛൻ്റെ കാലത്ത് മുഖവാരി പൂർത്തിയാക്കുകയും ചെയ്തു. ഇന്ന് ഈ ദേവാലയം മനോഹരമായിട്ടാണ് നിലനിൽക്കുന്നത്. 5ാമത്തെ ദേവാലയം എന്താണെന്ന് വെച്ചാൽ നവീകരണം പൂർത്തിയാക്കിയ 5ാമത്തെ ദേവാലയത്തിൻ്റെ കൂദാശ 2021 ഡിസംബറിലാണ് കേട്ടോ നടന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹോളി ലാൻഡ് എന്ന് പറയുന്ന ഒരു മരിയൻ ഗ്രാമം ഇവിടെ അവരവിടെ സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ചാലക്കുടി പള്ളിയിലെ ഹോളി ലാൻഡ് അഥവാ മരിയൻ ഗ്രാമം അനേകം വിശ്വാസികൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ബൈബിളിലെ രക്ഷാകര സംഭവങ്ങൾ ഇവിടെ ദൃശ്യവൽക്കരിച്ചേക്കുവാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നതെല്ലാം അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. പക്ഷെ നമ്മൾ കയറിയപ്പോഴത്തേക്ക് ആ ഹോളി ലാൻഡ് എന്നും പറഞ്ഞ് അവരോട് സെറ്റ് ചെയ്തേക്കണതിൻ്റെ അവസാന ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി കണ്ടത് കേട്ടോ, കണ്ടു തുടങ്ങിയത്. അതുകൊണ്ടാണ് കുരിശ് മരണമൊക്കെ ആദ്യം വന്നത്. ഇതൊക്കെ അവസാനം ആണ് നമ്മൾ വന്ന് കണ്ടിരുന്നത്. നമ്മൾ കയറിയ സ്ഥലം പുറകിൽ നിന്നാണ് കയറിയത്. അതുകൊണ്ടാണ് ഇത് യേശുവിൻ്റെ അവസാന നാളുകളിലെ ഭാഗമൊക്കെ നമ്മൾ ആദ്യം കണ്ടു തുടങ്ങുന്നത് കേട്ടോ. ഇവിടുത്തെ പ്രധാന തിരുനാളുകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ചാലക്കുടി പള്ളിയിലെ പ്രധാന തിരുനാളുകൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പ് തിരുനാളാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന തിരുനാളുകളിലൊന്നാണ് ചാലക്കുടി അമ്പ് പെരുന്നാൾ. 1987 ചാലക്കുടി നഗരസഭയിലെ പ്രഥമ യോഗം കൂടി ചാലക്കുടി പെരുന്നാളിനെ ദേശീയ ആഘോഷമാക്കി പ്രഖ്യാപിച്ചു കേട്ടോ. മകര തിരുനാളുകൾക്ക് സമാപനം കുറിക്കുന്ന ആഘോഷമാണിത്. മറിയത്തിൻ്റെ ജന്മത്തിരുന്നാളും 8 നോമ്പ് പെരുന്നാളും അന്ന് ഈ ദേവാലയത്തിൽ ഊട്ടുതിരുനാളായി ആഘോഷിക്കുന്നു. ഇരിങ്ങാലക്കുട രൂപതയിലെ ഏറ്റവും വലിയ ഇടവകളിലൊന്നാണ് ചാലക്കുടി പള്ളി കേട്ടോ. ഈ പള്ളിയിലെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഹോളി ലാൻഡായിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്ന ബൈബിളിലെ രക്ഷാകര സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ പള്ളിയുടെ ചരിത്രമൊക്കെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മനോഹരമായിട്ടുള്ള പള്ളിയും ഈ പള്ളിയുടെ ചരിത്രവും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. ഈ ഹോളി ലാൻഡായിട്ട് ഇവരെ സെറ്റ് ചെയ്തേക്കുന്ന ഇവരിവിടെ നിർമ്മിച്ചിരിക്കുന്ന ബൈബിളിലെ ഓരോ രക്ഷാകര സംഭവങ്ങളിലൂടെ നമ്മൾക്ക് കണ്ടുപോകുമ്പോൾ നമുക്ക് യേശുവിൻ്റെ ആ ജനനം മുതൽ പരസ്യജീവിതവും കുരിശുമരണവും എല്ലാം നമ്മുടെ മനസ്സിലൂടെ ഓടിയെത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഓടി ബൈബിളിലെ ഓരോ ഭാഗവും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ആർക്കും ഈ ഹോളി ലാൻഡായിട്ട് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഈ ബൈബിളിലെ ഈ രക്ഷാകര രഹസ്യങ്ങളായിട്ട് ഇവിടെ എല്ലാം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന നിർമ്മിച്ച് വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. യേശുവിൻ്റെ ആ ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും ഇവരിവിടെ നിർമ്മിച്ചേക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് കേട്ടോ. എല്ലാം അടുക്കും ചിട്ടയോടും കൂടി ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കിതൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ ഈ പള്ളിയെ കുറിച്ച് എല്ലാവർക്കും ഇതിൻ്റെ ചരിത്രമൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു ഓൾ.
ലാസറിനെ ഉയർപ്പിക്കണതായിരിക്കും. ടൈം അറിയോ? ഫുള്ള് കണ്ടു. ഇതിലേക്ക് കയറി അങ്ങനെ വന്നത്. ഒരുപാട് നമുക്ക് ചുറ്റി നടന്ന് കാണാൻ മാത്രം ഈ പള്ളിയുടെ ഇവിടെ ഈ ഹോളി ലാൻഡ് എന്നും പറഞ്ഞ് ഇവരിവിടെ സെറ്റ് ചെയ്തേക്കണതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്, നമുക്ക് നടന്ന് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. അത് നമുക്ക് കണ്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നമുക്ക് മനസ്സിലൂടെ ഓടിയെത്തുന്നതാണ് കേട്ടോ. ഇപ്പം നല്ല ഭംഗിയായിട്ടാണ് അവർ ഓരോ നിർമ്മിതിയായിട്ട് അവരവിടെ ഓരോന്നും ഓരോ സംഭവങ്ങളും അവരവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. കാണാൻ നല്ല കൗതുകകരമായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഓരോന്നും അവരവിടെ നിർമ്മിച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. വഴി കാണും. ദൈവം ആണോ? ദൈവമേ കുടുങ്ങിയ തിരിച്ചൊന്നുകൂടെ പോകേണ്ടി വരുവാ. വഴി ഉണ്ടാവാണ്ടിരിക്കില്ല, കാരണം ഇതാ തുടക്കം. ആ ഉണ്ടെന്ന് വഴി കണ്ടുപിടിച്ചു. ലിസ്റ്റ് അവിടെ ചിട്ടേക്ക് വരുന്നായിരിക്കും അല്ലേ? ഈ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ. വളരെയധികം ആളുകൾ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിപ്പോകുന്ന ഒരു ദേവാലയമാണ് കേട്ടോ.
എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു. നല്ല ചൂടുണ്ട്. നമ്മുടെ മാതാവിൻ്റെ ഗ്രോട്ടയിലുണ്ടായിരുന്ന ഈ മീൻ, മാതാവിൻ്റെ ഗ്രോട്ടയിലുണ്ടായിരുന്ന മീൻ ഇതല്ലേ? വെള്ള 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 ചത്തുപോയത്. രണ്ടെണ്ണം ചത്തുപോയി.